എന്റെ മോളെ ഒന്ന് കാണാൻ പോലും നിനക്ക് അവകാശമില്ല. വയ്ക്കോ. ഞാൻ അവളെ ദ്രോഹിക്കില്ല. അവക്ക് ചുറ്റിനുള്ള ആരെ ദ്രോഹിച്ചാലും. നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത എന്നോടാണോ? ആ, എന്തൊക്കെ ചെയ്താലും ഒന്നും അറിഞ്ഞില്ലെന്ന് ഭാവിക്കാൻ നിനക്കൊരു മിടുക്കുണ്ടല്ലോ. എനിക്ക് പകരം അവളെ കളരിക്കലേക്ക് അയക്കാൻ വന്നതാണോ മമ്മി? മമ്മി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇനി അവളെ എന്റെ പകരക്കാരിയാക്കാനാണോ മമ്മിയുടെ ഉദ്ദേശം? ഞാനത് അനുവദിച്ചു തരുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു കാര്യം എന്റെ മോളിന്ന് ചെയ്യില്ല. അവൾ ഇനി ആരുടെയും പകരക്കാരിയാവാനില്ല. മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കിയാൽ മതി. അയ്യോ ഈശ്വരാ. മാഡം, സാറ് വന്നു. പെട്ടെന്ന് ഇവിടുന്ന് സാറ് കാണാതെ ഇറങ്ങണം. എങ്ങനെയെങ്കിലും സാറ് കാണാതെ ഇവിടുന്ന് രക്ഷപ്പെടണം മാഡം. മോളെ, മമ്മി പോവാണോ? എവിടെങ്കിലും ഒന്ന് മറഞ്ഞു നിൽക്കും മമ്മി. എനിക്ക് മമ്മിയോട് സംസാരിച്ചിട്ട് മതിയായില്ല. മമ്മി ഇവിടുന്ന് എന്നെ എങ്ങനെയും ഒന്ന് കൊണ്ടുപോ. മോളെ ഒന്ന് പറയുന്നത് കേക്ക്. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. മാഡം വന്നു മാഡം. പോട്ടെ മോളെ. മമ്മി മാഡം വാ. വേഗം വാ. ഒരു മിനിറ്റ്. മാഡം വാ. വാ. ശാന്തി, ഇവരെന്താ ശാന്തി ഇവിടെ? ഇവരെന്തിനാ നീ വീട്ടിനകത്ത് കയറ്റിയേ? കൃഷ്ണമോളെ കൊല്ലാൻ ശ്രമിച്ചവളാ. അവളോട് പൊറുക്കാൻ നിനക്ക് എങ്ങനെയാ പറ്റുന്നേ? സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരുടെ കാല് പിടിക്കാനും മടിയില്ലാത്തവളാ നീ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മകളുടെ പുറകെയുള്ള ഈ നടപ്പുണ്ടല്ലോ, അത് ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. ഇനി ഒരിക്കലും അവളെ തിരക്കി വരരുത്. ഈ ഉമ്മറത്ത് കാലുകുത്തുകയും വേണ്ട. എന്റെ മകളുടെ അമ്മയെ ദേ ഇവളാ ശാന്തി. എന്റെ മോളെ ഒന്ന് കാണാൻ പോലും നിനക്ക് അവകാശമില്ല. വയ്ക്കോ. ഞാൻ അവളെ ദ്രോഹിക്കില്ല. അവക്ക് ചുറ്റിനുള്ള ആരെ ദ്രോഹിച്ചാലും. നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത എന്നോടാണോ? ആ, എന്തൊക്കെ ചെയ്താലും ഒന്നും അറിഞ്ഞില്ലെന്ന് ഭാവിക്കാൻ നിനക്കൊരു മിടുക്കുണ്ടല്ലോ. ജീവിതത്തിൽ ആ മിടുക്ക് ഞാൻ പലതവണ കണ്ടതല്ലേ. വയ്ക്കോ. പോവാൻ. മാഡം
അടിമത്തം കാണിച്ച് മതിയായില്ലേ നിനക്ക്? ഒരു കല്ലായ മനസ്സിന്റെ മുമ്പിൽ നീ ഈ കാണിക്കുന്നതൊക്കെ വെറും സർ, അടി കിട്ടിയാൽ അതിൽ നിന്ന് പഠിക്കണം. അടിച്ചവരുടെ മുഖം മനസ്സിൽ ഓർത്തു വെക്കണം. മനസ്സിലായോ ശാന്തിക്ക്? എവിടെ? ഒന്ന് തൊഴുതിട്ട് പോവാം സിനി. നീ കാണുന്നില്ലേ സിനി എന്റെ ഗതികേടിന്റെ വ്യാപ്തി എന്താണെന്ന്? എന്റെ മോള് എന്റെ അഹങ്കാരം. അവക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ടിപ്പോഴോ സുഖമില്ലാതെ കിടക്കുന്ന അവളുടെ അടുത്തിരിക്കാൻ കൂടി എനിക്ക് അവകാശമില്ല. നമുക്ക് മുന്നിൽ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ മാം? യെസ്, മാർഗങ്ങളൊന്നുമില്ല. തോറ്റു തകർന്ന സിതാര ശ്രീനിവാസ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു വശത്ത് കളരിക്കൽ ഗാഥമോളെ എത്തിക്കാന്നുള്ള വാക്ക്, മറുവശത്ത് അവളുടെ സുഖമില്ലാത്ത അവസ്ഥ. അതിനിടയിൽ എന്നെ നിർത്തി വിധി ചൂത് കളിക്കുക. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസനോടോ ശാന്തിയോടോ അല്ല, കൃഷ്ണയോട്. അവളോട് മാത്രമേ മനസ്സറിഞ്ഞ് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ തെറ്റ് ചെയ്തപ്പോ എന്റെ മനസ്സ് കല്ലുപോലെയായിരുന്നു. എന്റെ മകൾ, അവളുടെ ജീവിതം, അത് മാത്രം ലക്ഷ്യം വെച്ചപ്പോ കൃഷ്ണനെ കൊല്ലാൻ വരെ തോന്നി. അതിനിതുവരെ ഈശ്വരൻ എന്നെ ശിക്ഷിച്ചു തീർന്നിട്ടില്ല. എനിക്കോ എന്റെ മകൾക്കോ എന്ത് സംഭവിച്ചാലും ചുറ്റും നിൽക്കുന്നവർക്ക് പറയാനായിട്ട് ഒരു കാരണമുണ്ട്. സിത്താരയുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ. അങ്ങനെ പറയൂ. എനിക്കത് നന്നായിട്ട് അറിയാം. മാം, എല്ലാം ശരിയാവും. ഇത്രയൊക്കെ മുന്നോട്ട് പോയില്ലേ, ഒരു പ്രശ്നവും ഇല്ലാതെ? എത്ര കാലമായി സിനി കളവ് നടത്തിയവർ ഒളിച്ചു താമസിക്കുന്ന പോലെ എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടാവുന്ന രീതിയിലുള്ള പേടിച്ചുകൊണ്ടുള്ള ഈ നെട്ടോട്ടം? അവിടെ എന്റെ സമ്പത്തോ പൊസിഷനോ ഒന്നും എന്നെ രക്ഷിക്കില്ല. ഒരു പെരുങ്കള്ളിയുടെ സ്ഥാനം